ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരായ പത്രോസിനെയും അന്ത്രോസിനെയും വിളിക്കുന്ന രംഗം മത്തായി ശ്ലീഹ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഈശോയുടെ ഒരു ക്ഷണം വരികയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ദൗത്യവും പറയുകയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ അവരിൽ നിന്ന് വന്ന റെസ്പോൺസാണ്, അവർ വലകൾ, ഇതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം, ഇതുവരെ തങ്ങൾ എന്ത് ജോലിയാണ് ചെയ്ത് അതിന് സഹായിക്കുന്ന കാര്യമായ വല, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി. ഈശോ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് അവർ അവരെ തന്നെ ഒരുക്കുകയാണ്. ആ ദൗത്യം ഭംഗിയായിട്ട് അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈശോ നൽകുന്ന പ്രചോദനങ്ങൾക്ക് നീ എത്രത്തോളം നിന്നെ തന്നെ ഒരുക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഈശോയുടെ പ്രചോദനങ്ങൾ ഒഴുകി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ, അതിന് വില കൊടുക്കാൻ തക്ക രീതിയിൽ നീ നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ചിലതെല്ലാം ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചിലതെല്ലാം കണ്ടില്ല എന്ന് നടിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചിലതിനോടുള്ള താല്പര്യങ്ങളെല്ലാം വർജിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിനക്ക് വില കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക്, പ്രചോദനങ്ങൾക്ക് എന്ത് വില കൊടുക്കുന്നു, അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, നീ ജീവിതത്തിൽ നൽകുന്ന എല്ലാ പ്രചോദനങ്ങൾക്കും വില നൽകുവാനായിട്ട്, അതിന് തടസ്സം നിൽക്കുന്നതിനെല്ലാം വർജിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.